ഹലോ എവരി വൺ. ഇത് ജോലി ചെയ്യുമ്പോൾ വല്ലാത്ത വിശപ്പ്. അപ്പോൾ ഹസ്ബൻഡ് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയുള്ളൂ. അന്നിപ്പോൾ എന്താ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അപ്പോൾ പാൻ വെച്ച് എണ്ണ വെച്ച് ചൂടാക്കി കഴിഞ്ഞപ്പോൾ അതിലേക്ക് മിൻസ് ചെയ്തിരിക്കുന്ന ഗാർലിക്കും പിന്നെ കുറച്ച് ക്രഷ് ചില്ലിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തു. പിന്നെ പുള്ളി സൈഡ് വഴി കുറച്ച് വെജീസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കുണ്ടായിരുന്നത് ക്യാരറ്റ്, ക്യാബേജ്, പിന്നെ കുറച്ച് ബീൻസ്, പിന്നെ കുറച്ച് സവാളയിൽ അത്ര പരിപാടി ഇല്ല കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ എന്തെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്താൽ പോരെ. അപ്പോൾ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് ഉപ്പുകൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ സൈഡ് വഴി കുറച്ച് എഗ്സ് ഇച്ചിരി പെപ്പർ പൗഡറും ഇച്ചിരി ഉപ്പും മാത്രം ഇട്ടിട്ട് സ്ക്രാമ്പിൾ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ കോസ്കിൽ പോയി നമുക്ക് ഫുൾ ചിക്കൻ കിട്ടിയായിരുന്നു. അപ്പോൾ ഞാനത് എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഷ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും പിന്നെ കുറച്ച് ചില്ലി പൗഡറും പിന്നെ കുറച്ച് ഉപ്പും മാത്രം ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി എൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ബസ്മതി റൈസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ എന്ന് വെച്ചാൽ എനിക്ക് ബസ്മതി റൈസ് ബട്ടറിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് അത് വേവിക്കേണ്ടത്. അപ്പോൾ ബട്ടറിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് വേവിക്കാൻ ഒരു മുക്ക വേവാക്കി ഞാൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മിക്സറിലേക്ക് ഞാൻ കുറച്ചുകൂടി കുരുമുളക് പൊടിയും പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സോയാ സോസ് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മളുടെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ്, തണുത്ത റൈസ് അതുകൂടി ഇതിലേക്ക് ഇട്ട് ആഡ് ചെയ്ത് ചുടപട ഒന്ന് മിക്സ് ചെയ്തപ്പോൾ നമ്മുടെ ഈസി പിസ്സ എൻ്റെ ഫ്രൈഡ് റൈസ് അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എന്താ കഴിക്കുന്നത്. പിന്നെ ഹസ്ബൻഡിൻ്റെ വക സ്പെഷ്യലായിട്ടൊരു ചിക്കൻ സൂപ്പ് ഉണ്ട് എൻ്റെ സൈഡ് വഴി. അപ്പോൾ അതും പിന്നെ കെച്ചപ്പും പിന്നെ നല്ല സ്ട്രോങ് സൈഡ് കുട്ടി ഒരു പിഡിങ് കുടിച്ചപ്പോൾ സംഭവം എന്തായാലും ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ഗൈസ് എൻജോയ്. ബൈ.